ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പാണ്. നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പാണ്. കോമൺ ആയിട്ട് നമ്മളൊക്കെ നമ്മുടെ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് 7-8 മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ അത് അരച്ചെടുത്തിട്ടാണ് നമ്മൾ കലത്തപ്പം ചെയ്യാറുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ രീതിയിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് വളരെ എളുപ്പമാണ്. പച്ചരി പൊടിച്ചതുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ വലിയ ജാർ എടുക്കുക. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാനിത് അവിടെ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണ എടുക്കുന്ന പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഞാനിവിടെ 2 കലത്തപ്പാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ മെഷർമെൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പച്ചരി പൊടിച്ചാണ് ചേർക്കുന്നത്. അതായത് 250 ml കപ്പാണ് 1 കപ്പ് എന്ന് പറയുന്നത്. മെഷർമെൻറ്റ് കപ്പാണ്. അപ്പോൾ അതിന് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്യുന്നതെങ്കിൽ 1 കപ്പ് അരിപ്പൊടിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇപ്പോൾ കപ്പില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എടുക്കുന്ന കപ്പിൻ്റെ അളവിൽ തന്നെ ബാക്കി വെള്ളവും കാര്യങ്ങളൊക്കെ ചേർത്തിയാൽ മതി. ഇതിലേക്ക് നമുക്കിതാ ആദ്യം നമ്മൾ 1 കപ്പിലേക്ക് 1.25 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അങ്ങനെ നമ്മൾ 2 കപ്പ് അരിപ്പൊടിയിലേക്ക് നമ്മൾ 2 തവണയായിട്ടാണ് ഞാനിതിപ്പം 1.25 കപ്പ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാട്ടോ. ടോട്ടലായിട്ട് നമ്മൾ 2 കപ്പിലേക്ക് ഇതാ 2.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മളിത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ സമയത്ത് അടിയിൽ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പൊടിയാണല്ലോ ആദ്യം ചേർത്തിയത്. അപ്പോൾ അതിങ്ങനെ കട്ടയായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കലത്തപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഏലക്ക ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഏലക്ക ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ അത് ഒരു 1 ടീസ്പൂൺ ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഏലക്കയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ചെറിയ ജീരകം, അതല്ലെങ്കിൽ നമ്മൾ നല്ല ജീരകം എന്ന് പറയും, ക്യുമിൻ സീഡ്. അത് നമ്മളൊരു 1.25 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കലത്തപ്പം ചെയ്യുന്നവരാണെങ്കിൽ ഒരു 3/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ നമുക്കിതിലേക്ക് ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ് ചേർക്കേണ്ടത്. നമ്മളിവിടെ ടോട്ടലായിട്ട് 4 ടേബിൾ സ്പൂണോളം തേങ്ങയാണ് ചേർക്കുന്നത് 2 കലത്തപ്പത്തിലേക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു കലത്തപ്പാണ് ചെയ്യുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്തിട്ടുള്ള തേങ്ങ ചേർത്തിയാൽ മതിയാകും. ഇനി നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ആ ഒരു തേങ്ങയും ജീരകവും ഏലക്കയും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ അരഞ്ഞിട്ട് വരണം. അപ്പോൾ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നന്നായിട്ടൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ്. നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതാണ് ഈ ഒരു സമയമുള്ളത്. പക്ഷെ നിങ്ങൾ ഈ ഒരു സമയം എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ 600 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ശർക്കര കണ്ടിട്ട് ചിരിക്കണ്ട കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആ ചെറിയ അച്ചുള്ള ശർക്കര ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഷോപ്പിലൊന്നും. അപ്പോൾ എന്തായാലും ഈ എടുത്തിട്ടുള്ളത് 600 ഗ്രാം ശർക്കരയാണ്. നിങ്ങൾ ഒരു കലത്തപ്പം ചെയ്യുന്നവരാണെങ്കിൽ 300 ഗ്രാം ശർക്കര എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് കറക്റ്റ് ആയിട്ടുള്ള വെള്ളം ചേർക്കാം. കൂടുതൽ വെള്ളം ചേർക്കരുത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പക്ഷെ ഞാനിപ്പം ഈ ഒരു ശർക്കര ഒന്ന് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ച് ഹാർഡായിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാട്. അപ്പോൾ കുറച്ചധികം സമയത്ത് തിളപ്പിക്കേണ്ടി വരും. അപ്പോൾ എക്സ്ട്രാ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒന്ന് റെഡ്യൂസ് ആയിട്ട് പോകുമല്ലോ. വറ്റി പോകുന്ന വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ വെള്ളം ചേർത്തിയത് 3 ടേബിൾ സ്പൂൺ. അപ്പോൾ നിങ്ങൾ ആ കുഞ്ഞ് അച്ചുള്ള ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ 1 കപ്പ് വെള്ളം എടുക്കാം. 600 ഗ്രാം ശർക്കരയാണെങ്കിൽ, അതായത് 2 കലത്തപ്പം ചെയ്യുന്നവർ. ഒന്ന് ചെയ്യുന്നവർ നിങ്ങൾ 300 ഗ്രാം ശർക്കര എടുക്കുക. അതിലേക്ക് കറക്റ്റായിട്ട് നിങ്ങൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് കൊടുക്കാം. ഒന്ന് ചെയ്യുന്നവർക്കാണ് കേട്ടോ. അതിങ്ങനെ കൺഫ്യൂഷൻ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ക്ലിയർ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം. നല്ല പോലെ തന്നെ ഇത് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂട് പോകും മുമ്പേ നേരെ നമ്മൾ നമ്മുടെ മാവിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചൂട് പോകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത്. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേ നല്ല ആരെടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു അരിപ്പയിലൂടെ വേണം ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാൻ. കാരണം ശർക്കരയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഴുക്കുകൾ ഉണ്ടാകും. അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉടനെ തന്നെ നല്ല ഫോഴ്സിൽ ഇത് മിക്സ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം, നല്ല സ്പീഡിൽ. കാരണം നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് ഒഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആ മാവ് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മളിത് മിക്സ് ചെയ്യണം. സാവകാശം പിടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അടിഭാഗത്തൊക്കെ ഇങ്ങനെ കട്ട പിടിക്കും. നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം.
എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ കലത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡിയായി. ഇതിപ്പോൾ 2 കലത്തപ്പത്തിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കിവിടെ ഒരു പ്രഷർ കുക്കറേ ഉള്ളൂ. അപ്പം അതായത് കലത്തപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഷർ കുക്കറേ ഉള്ളൂ എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് 2 ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഒരു കലത്തപ്പം ചെയ്യാനുള്ള ബാറ്റർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പം ഒഴിച്ചു കൊടുക്കുന്ന ഈ ഒരു ബാറ്ററിലേക്ക് നമുക്ക് ഒരു 2 നുള്ള് അപ്പസോഡ ചേർത്തിട്ട് കൊടുക്കാം, അതായത് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ചേർക്കണ്ട കേട്ടോ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചറും അതിൻ്റെ മുകൾ വശമൊക്കെ വിണ്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 2 നുള്ള് മാത്രം ബേക്കിംഗ് സോഡ ചേർത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രഷർ കുക്കർ സ്റ്റോവിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം. അതിൽ വെളിച്ചെണ്ണ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ കയ്യിലില്ലാത്തതുകൊണ്ട് പ്യുവറായിട്ടുള്ള മിൽമയുടെ നെയ്യാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കൊത്താക്കി എടുത്തിട്ട് അത് ചേർത്തിട്ട് കൊടുക്കാം. ഒരു പിടി ചേർത്തിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നെയ്യിൽ സോട്ട് ചെയ്തിട്ട് കൂടെ കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 6 or 7 ചെറിയ ഉള്ളി, അതായത് നമ്മുടെ ഷാലറ്റ്സ് നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് അതുകൂടെ ചേർത്തിട്ട് കൊടുക്കാം. നിങ്ങൾ സവാള ചേർക്കരുത് കേട്ടോ. സവാള ഈ ഒരു ടേസ്റ്റ് കിട്ടൂല ചേർത്തിയാൽ. ചെറിയ ഉള്ളി തന്നെ ചേർക്കണം. അത് നെയ്യിൽ കടന്നിട്ട് ആ മൂപ്പാകുമ്പോഴുള്ളൊരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഭാഗം മാറ്റിയിട്ട് വെക്കാം. നമ്മൾ കലത്തപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതാ ഈ ചൂടായിട്ടുള്ള കുക്കറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചുള്ള ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കുക്കറിന് നല്ല ചൂട് വേണം കേട്ടോ. എന്നതിന് ശേഷം സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കുമിളകൾ വരും. അതായത് ഇങ്ങനെ ചെറിയ തിളവന്ന് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കുക്കർ അടച്ചു വെച്ച് കൊടുക്കാം. അതിൻ്റെ വിസിലിടരുത് കേട്ടോ. വിസിൽ മാറ്റിയിട്ട് വേണം നമ്മളത് അടച്ചു വെച്ച് കൊടുക്കാൻ. ഇനി നമ്മൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഫ്ലെയിം ഇട്ടിട്ടുള്ളത്. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ നമ്മളൊരു 5 മുതൽ 6 മിനിറ്റ് വരെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അത് നമ്മൾ എടുക്കുന്ന ആ ഒരു ഫ്ലെയിമിൻ്റെ ആ ഒരു ഹീറ്റും നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റെ കട്ടിയും ഒക്കെ വെച്ചിട്ടാണ് നമ്മളൊരു നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അടി പിടിക്കും ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു കട്ടിയുള്ള തവ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഹോളിലൂടെ നല്ല പ്രഷറിൽ സ്റ്റീം പുറത്തോട്ട് വരും. പിന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം തെറിക്കും അതിനകത്തൂടെ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് കുക്കർ അതുപോലെ തന്നെ അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തുറന്നാൽ മതി കേട്ടോ. ഉടനെ തന്നെ തുറക്കണ്ട. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക, എല്ലാ വശവും കുക്കായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഒരു കത്തിയോ അതല്ലെങ്കിൽ ഇതുപോലെ സ്ക്യൂറോ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കുക. ഒട്ടും തന്നെ മാവൊന്നും ഇതിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇപ്പോഴും ഇത് നല്ല ചൂടോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടൊക്കെ പോയിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ കുക്കറിൽ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചൂടുള്ളതുകൊണ്ട് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ഒട്ടും തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല, കരിഞ്ഞൊന്നും പോയിട്ടില്ല. നമ്മൾ എടുത്ത ശർക്കര നല്ല കളറുള്ള ശർക്കര ആയതുകൊണ്ട് നല്ല കളറുണ്ട് കലത്തപ്പത്തിന്. അപ്പോൾ മുകൾ വശം കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ചൂട് പോയിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്യണ്ട. ചൂടോട് കൂടി കഴിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ കട്ട് ചെയ്യാം. ചൂട് പോയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല പോലെ ആരെടുത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പമാണ്. നല്ല ആരെടുത്തിട്ടുള്ള കലത്തപ്പം നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കുക കേട്ടോ. എങ്കിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തവർ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൂടെ കൊടുക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക്